എല്ലാം വെച്ച്. പാലറ്റൈസേഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഈ കാർട്ടൺസ്, ഡ്രംസ്, കാരണം ഈ മറ്റുള്ള പോർട്ടിലേക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വിട്ടു, മറ്റുള്ള സ്ഥലങ്ങൾക്ക് ഇത് ഇമ്പോർട്ട് ചെയ്ത് ഇറങ്ങുന്നത് പല സ്ഥലത്ത്. ഇപ്പോൾ സൗദി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പാലറ്റൈസേഷൻ നിർബന്ധമാണ്, കമ്പൽസറിയാണ്. കാരണം അവരവിടെ അൺലോഡ് ചെയ്യണം അങ്ങനെയായിരിക്കും, വേണ്ട അൺലോഡ് ചെയ്യുന്ന അങ്ങനെയായിരിക്കും. അപ്പോൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇപ്പം പിന്നെ അത് മാത്രമല്ല, മെയിൻ തിങ് കാർഗോയുടെ സെക്യൂരിറ്റി. പിന്നെ കാർഗോ ലോസായി പോവില്ല, കാരണം ഇത് കെട്ടി നന്നായിട്ട് ഓരോരുത്തർക്കും ഇപ്പം ഒരു വെയർഹൗസിൽ കൊണ്ടതല്ല. ഇപ്പം ഏത് പോർട്ടിൽ പോയാലും, ഇപ്പോൾ വിദേശത്തെ പോർട്ടിലായാലും ഇവിടത്തെ ആണെങ്കിലും വെയർഹൗസിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ കാർഗോ മിസ്പ്ലേസ് ആയി പോകാനൊക്കെ ചാൻസുകൾ കൂടുതലാണ്. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇവിടെയൊക്കെ ഞങ്ങൾക്ക് അനുഭവം വന്നിട്ടുണ്ട്. ഒരു കാർഗോ മാറിപ്പോയി, എടുത്ത് വേറെ രാജ്യത്തേക്ക് പോയി, ഒക്കെ ഭയങ്കര തിരിച്ചു കൊണ്ടുവന്നൊക്കെ. കാരണം അവിടെ ഐറ്റം പകുതി വിട്ടിരിക്കുക, അത് വേറെ സ്ഥലത്തേക്ക് പോയി, അത് സ്റ്റഫിങ് ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരും. അപ്പം നമ്മളിതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി സേഫായിട്ട് പോകാൻ, പിന്നെ ഫോക്ക് ലിഫ്റ്റ് തുടങ്ങിയ സാധനമൊക്കെ പാലറ്റാണെങ്കിൽ പെട്ടെന്ന് ലോഡിങ് എളുപ്പമാണ്. പിന്നെ പാലറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഉടൻ പാലറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഫുമിയേഷൻ ചെയ്തോളണം. പല കൺട്രീസിലും ഫുമിയേറ്റ് ചെയ്യാത്ത പാലറ്റ് തന്നിട്ട് ഭയങ്കര ഫൈൻ, $400 $500 ഫൈൻ അടിച്ചു കൊടുക്കുന്നത്. ഫുമിയേറ്റ് ചെയ്ത പാലറ്റ് ഉപയോഗിക്കാമുള്ളൂ, അല്ലെങ്കിൽ ഉടൻ പ്ലാസ്റ്റിക് പാലറ്റ്. പ്ലാസ്റ്റിക് പാലറ്റ് വിപണിയിൽ നല്ല ഫൈബർ പാലറ്റ് കിട്ടും. നമുക്കൊരു കണ്ടെയ്നറിനകത്ത് എത്ര പാലറ്റ് സാധാരണ കയറ്റാൻ പറ്റും? 40-ലൊക്കെ ആണെങ്കിൽ 20-20 പാലറ്റൊക്കെ കയറും. 40-ലും ഒരു 40 പാലറ്റ് അടുത്ത് കയറും. ഞാൻ പറഞ്ഞതൊരു ഇതാണ്, കാർഗോ ഡിപ്പെൻഡ് ചെയ്താണ് എൻ്റെ കാര്യങ്ങളെല്ലാം. ഞാനൊരു ഇതായിട്ട് പറഞ്ഞാൽ 20 നമ്മൾ പാലറ്റൈസേഷൻ ചെയ്യുന്ന ഒരു ഫുമിയേഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് തരുള്ളൂ. പറ്റില്ല, സീൽ ചെയ്യണം പാലറ്റിൽ അവരുടെ സീല് മസ്റ്റാണ്, സീലും വേണം. അതുപോലെ ആൾക്കാർക്ക് ആ ഭാഗം ആൾക്കാർ ശ്രദ്ധിക്കാറില്ല അധികം. പക്ഷെ പല രാജ്യത്തും അവിടുത്തെ യൂറോപ്പിലൊക്കെ $400 അവര് ചാർജ് ചെയ്യും. അവര് ഫുമിയേറ്റ് ചെയ്യോടെ, അങ്ങനെ പോർട്ടിൽ ഫുമിയേറ്റ് ചെയ്യുന്ന കാശാണ് അവര് പറഞ്ഞത്. ഇവിടെ 600 രൂപയ്ക്ക് തീർന്ന കേസാണ് അവിടെ പോയിട്ട്. അത് ഇമ്പോർട്ട് ഈ തടിയെന്നൊക്കെ വന്നൊക്കെ പറയണോ. ഇപ്പൊ അങ്ങനെ നമ്മള് അതിങ്ങനെ ഈ നമ്മുടെ തടി ഐറ്റംസ് ഒക്കെ ഇമ്പോർട്ട് വരുമ്പോ അങ്ങനെയൊക്കെ ഇവിടെ കുറവല്ല. നമുക്ക് ഈ ഫാക്ടറി സ്റ്റഫിങ്ങിന് എന്തെങ്കിലും പെർമിഷൻസ് ഒക്കെ ആവശ്യമാണ്? ഫാക്ടറി സ്റ്റഫിങ്ങിന് പെർമിഷൻ ആവശ്യം.